എല്ലാവർക്കും വാണിമേൽ അക്ഷയ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഇലക്ഷൻ ID കാർഡും അതുപോലെ ആധാറും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സ്വയം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റും. അതിനു മുമ്പ് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ്. നിയമവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക രേഖകളും ഇന്ന് ആധാറുമായി ഓൾറെഡി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്ഥലമായി കഴിഞ്ഞാലും നമ്മുടെ പാൻ കാർഡ് ആയിക്കഴിഞ്ഞാലും ബാങ്ക് അക്കൗണ്ട് ആയിക്കഴിഞ്ഞാലും റേഷൻ കാർഡ് ആയിക്കഴിഞ്ഞാലും സ്കൂളിൽ രജിസ്റ്റർ ആയിക്കഴിഞ്ഞാലും എന്ന് തൊട്ട് എന്തൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ഡോക്യുമെൻറ്റുകളുണ്ടോ അതൊക്കെ ഇന്ന് ആധാറുമായിട്ട് ലിങ്ക്ഡാണ്. പക്ഷേ ഒരു രേഖ മാത്രം ഇതുവരെ ലിങ്ക് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇലക്ഷൻ ID കാർഡാണ്. ഇതും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാ രേഖകളും ഓൾറെഡി ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഇതിൽ ഗണത്തിലേക്ക് വരും. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇലക്ഷൻ ID മാത്രം ബന്ധിപ്പിക്കാതെ ഇങ്ങനെ സർക്കാർ നീട്ടിക്കൊണ്ടുപോകുന്നത്. ID കാർഡും ആധാറും ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു വോട്ടർ പട്ടികയുടെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും, അതുപോലെ കള്ള വോട്ട് തടയാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നീട്ടിക്കൊണ്ടുപോകുന്നത്. പക്ഷെ അതിനുള്ള ഉത്തരവ് കഴിഞ്ഞ വർഷം ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതിനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നടപടികളാണ് ഇപ്പം തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം 25.5 ലക്ഷം വോട്ടർമാരുണ്ട്. അതിലിപ്പം 8.25 ലക്ഷം വോട്ടർമാരുടെ ലിങ്കിങ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 35% മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇനിയും ചെയ്യാനുണ്ട്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു വീഡിയോയിൽ പറയും പോലെ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഇലക്ഷൻ ID ആയിട്ട് ബന്ധിപ്പിക്കുക. ഇനി പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അക്ഷയമായിട്ട് ബന്ധപ്പെടാം. പെട്ടെന്ന് 1-2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത്. ായിട്ട് 3 കാര്യങ്ങളാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത്. ഒന്നാമത്തത് വോട്ടർ പട്ടികയിലെ ആൾക്കാരുടെ ഐഡൻറ്റിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പ് ഒഴിവാക്കൽ. അതായത് ഒരു വോട്ടർ പട്ടികയിൽ പേരുണ്ടാവും, ആൾ തന്നെ വേറെ പല വോട്ടർ പട്ടികയിലും പേരുണ്ടാവും. അപ്പോൾ എല്ലാ ബൂത്തിലും പോയിട്ട് വോട്ട് ചെയ്യുന്നൊരവസ്ഥ അത് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം. ഈ 3 ലക്ഷ്യങ്ങളാണ് ഇതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രധാനമായിട്ട് 3 വഴിയിൽ കൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ആൻഡ്രോയിഡ് ഫോൺ വഴി, അത് എല്ലാവരുടെ കയ്യിലുണ്ടാവും ആൻഡ്രോയിഡ് ഫോണ്. അപ്പോൾ മൊബൈൽ ആപ്പ് വഴി നമുക്കിത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് വെബ്സൈറ്റ് വഴി ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ഫോം 6B ഫോമാണ്. ആ ഫോം പൂരിപ്പിച്ചിട്ട് നമ്മുടെ BLO കൊടുത്താൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ 3 വിധത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഏറ്റവും എളുപ്പ വഴിയായിട്ടുള്ള മൊബൈൽ ഫോണിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ആൻഡ്രോയിഡ് ഫോണുള്ളവർക്കുള്ളതാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ലിങ്കിങ് പൂർത്തീകരിക്കാൻ പറ്റും. ആദ്യമായിട്ട് വീഡിയോയിൽ കാണിച്ചതുപോലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. അതിനുശേഷം വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണുന്ന ഐക്കണോട് കൂടിയിട്ടുള്ള ആപ്ലിക്കേഷൻ വരും. അത് ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇതുപോലുള്ള ഒരു പേജ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളവിടെ ഐ അഗ്രി എന്ന് കാണുന്നുണ്ടാവും. ആ അഗ്രി എന്നുള്ള ടിക്ക് മാർക്ക് ടിക്കിട്ടതിന് ശേഷം നെക്സ്റ്റ് എന്ന് പ്രസ് ചെയ്യുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷോ മലയാളമോ, അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 6B എന്നുള്ള ഫോമാണ് വേണ്ടത്. അത് വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ള ആ മെനു നമ്മൾ ക്ലിക്ക് ചെയ്യുക. വോട്ടർ രജിസ്ട്രേഷൻ അതിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് എന്ത് കാണാം, 6B ഫോം കാണാം. അത് ക്ലിക്ക് ചെയ്യുക. 6B ഫോം വെച്ചിട്ടാണ് നമ്മൾ ആധാറും ഇലക്ഷൻ ID കാർഡ് നമ്പറും ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ലെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്നും ചെയ്യാനില്ല, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്ന് കൊടുക്കുക. അപ്പോൾ OTP ഫോണിൽ വരും. ഫോണിൽ വന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റിലോട്ട് പോവുക. പിന്നെ ചോദിക്കുന്നത് ഐ ഹാവ് വോട്ടർ ID നമ്പർ. അപ്പോൾ വോട്ടർ ID ഉള്ളവർക്കാണല്ലോ ലിങ്കിങ്. അപ്പോൾ അത് ടിക്കൊന്നും ചെയ്യേണ്ട, അവിടെ തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഇലക്ഷൻ ID കാർഡ് നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ലിസ്റ്റ് ബോക്സിൽ നിന്ന് കേരള എന്നുള്ള സ്റ്റേറ്റും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫെച്ച് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോട്ടർ ഡാറ്റാബേസിലുള്ള ഡീറ്റെയിൽസ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യും കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ. റെക്കോർഡ് അവിടെ ഡാറ്റാബേസിലുണ്ട്. അപ്പോൾ നമ്മുടെ വോട്ടർ ID ഉള്ള ഇൻഫർമേഷൻ അവിടെ കാണിക്കും. നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കുക. കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മുടെ സ്ക്രീനിൽ വരിക. അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. പോളിംഗ് സ്റ്റേഷൻ എന്ന പേര്, അതുപോലെ നമ്മുടെ അഡ്രസ്സ്, അതുപോലെ പാർട്ട് നമ്പർ, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, പേര്, വയസ്സ്, അതുപോലെ ആണാണോ പെണ്ണാണോ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അതിലുണ്ടാവും. ജസ്റ്റ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പേരും അതുപോലെ ഇലക്ഷൻ ID കാർഡ് നമ്പറൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇനി നമ്മുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആധാർ നമ്പർ ഇല്ലാത്തവരുണ്ടാവില്ല. ഇല്ലാത്തവരുണ്ടെങ്കിൽ അടുത്ത ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആധാർ നമ്പറുള്ളതുകൊണ്ട് അവിടെ ആധാർ നമ്പർ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ ഡീറ്റെയിൽസ് എന്നുള്ള കോളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. 12 അക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇലക്ഷൻ ID കാർഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി അതിലുണ്ടാവും. പിന്നെ കൂടുതൽ ഡാറ്റ ഒന്നും ഫില്ല് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, നമ്മൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്ക് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആധാർ നമ്പർ കൊടുത്തത് കറക്റ്റാണെന്നുള്ളതാണ്. അപ്പോൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഈ ഒരു പേജാണ് വരിക. അപ്പോൾ അതിൽ സ്റ്റാർ കൊടുത്തതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. സ്റ്റാർ ഇല്ലാത്തത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ മൊബൈൽ നമ്പർ നിർബന്ധമാണ്. അത് സ്റ്റാറാണ്, കറക്റ്റ് കൊടുക്കുക. പിന്നെ പ്ലേസ് ഓഫ് ആപ്ലിക്കേഷൻ, നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സ്ഥലം വാണിമേലാണ്, വാണിമേൽ ആ സ്ഥലം അവിടെ കൊടുക്കൽ നിർബന്ധമാണ്. അത് രണ്ടും കൊടുത്തതിന് ശേഷം ഡൺ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ മൊബൈൽ നമ്പർ ഇമെയിൽ ID നിർബന്ധമില്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡണ്ണ് പ്രസ് ചെയ്യുക. ഡണ്ണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ പേജ് ആയിരിക്കും വരിക. അതിൽ നമ്മൾ കൊടുത്ത ഡാറ്റയൊക്കെ കറക്റ്റാണെന്നുള്ള വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കുന്നത് വെറും ആധാർ നമ്പറും മൊബൈൽ നമ്പറും പ്ലേസും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇലക്ഷൻ ഡാറ്റാബേസിലുള്ള ഡാറ്റകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്ഷൻ ചെയ്യണം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫൈനൽ മെസ്സേജ് വരും. ഈ മെസ്സേജിൽ യുവർ റെഫറൻസ് ID എന്ന് പറഞ്ഞിട്ടൊരു ID ഉണ്ടാവും. അതാണ് നമ്മൾ ലിങ്ക് ചെയ്തതിൻ്റെ തെളിവ്. ആ ID നമ്പർ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ റെഫറൻസ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയോ അപ്രൂവ് ആയോ അല്ല തള്ളിപ്പോയോ എന്നുള്ള അറിയാൻ പോകുന്നത്. അപ്പോൾ റെഫറൻസ് നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ഇനി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ അപ്രൂവ് ആയിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കാൻ നമ്മൾ ആപ്പിൻ്റെ താഴെ എക്സ്പ്ലോർ എന്നുള്ള ഒരു ലിങ്ക് കാണാം. അതായത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ സ്റ്റാർട്ടിങ്ങിൽ എക്സ്പ്ലോർ എന്നുള്ള 3 ലൈൻ കാണാം അവിടെ. അപ്പോൾ ആ ലൈനിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ആരോ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെനു കാണാം. 1 2 3 4 5ാമത്തെ ഓപ്ഷൻ. അപ്പോൾ അതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ നമ്പർ, റെഫറൻസ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ട്രാക്ക് സ്റ്റാറ്റസ് എന്ന് കൊടുക്കുക. അപ്പം ആ അപേക്ഷേൻ്റെ സ്റ്റാറ്റസ് അത് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അതിൻ്റെ ഇൻഫർമേഷൻ, ഫൈനൽ ഇൻഫർമേഷൻ അത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ പ്രൊസീജിയറുള്ളൂ. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സംശയമുള്ളവർ അക്ഷയയിൽ വന്നിട്ട് പൂർത്തിയാക്കാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി വെബ്സൈറ്റ് ചെയ്യുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്.
പരമാവധി എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.